അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷീറ്റ് ഡോഗ് ഡയറീസ്. അപ്പോൾ കുറേ കാലമായി ഞാൻ ഇങ്ങനൊരു എൻ്റെ ഫേസ് കാണിച്ചിട്ടൊരു ഇൻട്രോ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. വേറെ ആരുന്നല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ താത്താടെ മോനെയാണ്. അപ്പോൾ കുറച്ചായി നമ്മളുടെ ഇൻവിസിബിൾ പ്രാങ്ക് വീഡിയോ, മാജിക് വീഡിയോ, കുട്ടികളെ പറ്റിക്കണ മറ്റേ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സംഭവം അതാണ്. കുറേ ഈ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ട്, പക്ഷെ നമുക്ക് പറ്റിയ കുട്ടീനെ അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ലേറ്റായി പോയത്. ആളിനെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ്. സംഭവം കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി കാണുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി കൂടുതലൊന്നും പറയണില്ല, വീഡിയോയ്ക്ക് പോകാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ, ഇനി നമ്മൾ എന്ത് വീഡിയോ ചെയ്യാൻ പോണോ റിസോ, അതൊക്കെ പറഞ്ഞേ. എന്താ നമ്മൾ മാജിക്ക ചെയ്യാൻ പോണു അല്ലേ? മാജിക് എങ്ങനെ ചെയ്യാം? തലയിൽ കൂടെ ഷാൾ ഇട്ടാല് എന്തുണ്ടാവും? ആരിനെ കാണാണ്ടാവും? റിസുവിനെ കാണാണ്ടാവും അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു ഷാൾ കൊണ്ടാണ് മാജിക് ചെയ്യാൻ പോണത്. റിസുവിന്റെ തലയിൽ ഇട്ടിട്ട് ഈ ഒരു ഷാളാണ് ഇടാൻ പോണത്. അപ്പൊ തുടങ്ങുക. ഓക്കെ കേട്ടോ. അതാ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. അബ്രാകഡാബ്ര അബ്രാകഡാബ്ര, റിസുവിനെ കാണാണ്ടാവട്ടെ. അതാ റിസുവിനെ കാണാൻ. അയ്യോ റിസു, റിസുടെ ഞാനെങ്ങടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. അബ്രാകഡാബ്ര അബ്രാകഡാബ്ര, റിസുവിനെ കാണട്ടെ. എവിടെ ഇരുന്ന്? എവിടെ? അന്റെ കസാരയില് കാണാണ്ടായിരുന്നില്ല. എവിടെ ഇരുന്ന്? അതെ, നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കുക. നിക്ക്, നീ എങ്ങോട്ട് ഓടി പോവരുത്, കസാരയിൽ തന്നെ നിക്കണം കേട്ടോ. അങ്ങോട്ടൊന്നും പോവരുത് കേട്ടാ. ഓക്കെ, തലയിലിട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അബ്രാകഡാബ്ര അബ്രാകഡാബ്ര, റിസുവിനെ കാണാണ്ടാവട്ടെ. റിസുവിനെ കാണാനില്ല. അയ്യോ റിസു എവിടെ? റിസുവിനെ കാണാനില്ലടാ. ഒന്നുകൂടി തലയിലിട്, റിസുവിനെ കാണിക്കാൻ നമുക്ക്. ഇത് റെഡി, 1 2 3 സ്റ്റാർട്ട്. അബ്രാകഡാബ്ര അബ്രാകഡാബ്ര, റിസുവിനെ കാണട്ടെ. അതാ റിസുവിനെ കാണാനില്ല. ഈ കാണട്ടെ എന്നല്ലേ ചൊല്ലിയത്? റിസുവിനെ കാണാനില്ല. റിസു, അയ്യോ റിസു എവിടെ? കസാരല്ലേ ഇരുന്നിരുന്നവൻ, ഇപ്പൊ എവിടെ പോയി? റിസുവിനെ കാണാനില്ല. റിസു, റിസു എവിടുന്ന് സൗണ്ട് കേക്കണ്ടല്ലേ? എവിടുന്നോ ഒരു ചെറിയ സൗണ്ട്. കാട്ടി പോയിണ്ടാവും ഞാൻ കുട്ടി. ഇവിടൊന്നും ആകല, അവിടെ എവിടുന്നേലും വേണമെങ്കിട്ടാ ഓട്ടേക്ക് പോയിണ്ടാവും. ഇനിയിപ്പോ ചെലപ്പോ ചെറുതായി പോയിണ്ട്, അവിടെ പാല് വേർത്ത പോലെ. ആടാ ചെറുതായിട്ട് ഞാൻ ഓട്ടേക്ക് അങ്ങനെ പോയിണ്ടാവോ? പൈപ്പിന്റെ ഉറുമ്പിന്റെ അത്ര ആയിണ്ടാവും. അവിടെ റിസോ, റിസോ കസാരലെങ്ങനെ ചെറുതായിട്ടിരിക്കണ്ടാവോ? ഒന്ന് തപ്പി നോക്കി, ഇവിടെ ഒന്നും കാണാനില്ല. എവിടെ? ഒന്നുകൂടി തലയിലിട്ടിട്ട് നമുക്ക് പറയാം, കാണട്ടെ എന്ന് പറയാം. ഈ എന്താ കാണാനില്ല എന്ന് പറഞ്ഞ പോലെ തോന്നി. മന്ത്രം തെറ്റിച്ച് പറയരുത് കേട്ടോ. ഒന്നുകൂടി കാണട്ടെ എന്ന് പറയാം കേട്ടോ. അബ്രാകഡാബ്ര അബ്രാകഡാബ്ര, റിസുവിനെ കാണട്ടെ. പിന്നെയും കാണാനില്ല. മന്ത്രം ശരിക്കും ചെല്ലണില്ലേ? സിനിമയാണ് തെറ്റിക്കണ മന്ത്രം. റിസു
റിസു ഇവിടെ ചിരിച്ചോട്ടാ റിസുവിനെ കാണാക്കിയ റിസുവിനെ കണ്ടുപിടിക്കണ ഇപ്പൊ എന്താ ചെയ്യാ റിസുവിനെ കണ്ടുപിടിക്കണ വിളിക്കാൻ ആള് വേണ്ടേ കസ കാണാലപ്പോ ആ എന്തോ ചെറിയ സൗണ്ട് ഇല്ലേ ഇനി കുഞ്ഞതായി പോയിണ്ടാവോ മോളിക്കെങ്ങാനും കേറി പോയിണ്ടാവോ പറന്നു പോയിണ്ടാവോ ഇനിയിപ്പോ കാണാല്ലേട്ടാ എന്താ സീനിന്റെ റിസോർട്ടറാ പേടിയാവണ് റിസു എടുക്ക പോയിണ്ടാവുക റിസു ഇവിടെ ഉണ്ടായിരുന്നു റിസു ഇടാ പറമ്പിലേക്ക് പോവണ്ട വല്ല പാമ്പും ഉണ്ടാവും ഇങ്ങോട്ട് വായോ റിസു റിസുവിന്റെ സൗണ്ട് ഒന്നും കേക്കാലോ റിസു 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 എന്താ വീഴിയേക്കണില്ലേ എവിടെ പോയി അവിടെ റിസു റിസു എവിടെ കാണാലോ റിസുവിനെ റിസുവിന്റെ ഒരു സൗണ്ടും കേക്കാലോ ഒന്നും കൂടി തലയിലിടിക്ക് മന്ത്രം തെറ്റിച്ച കാരണമാണ് ഞാൻ നല്ലപോലെ മന്ത്രം ചൊല്ലാനല്ലേ പറഞ്ഞത് ഈ മന്ത്രം തെറ്റിച്ച കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത് ആ ടിവിയിൽ കാണിച്ചപ്പോ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രം നല്ലപോലെ ചൊല്ലിയില്ലെങ്കിൽ ശരിക്കും കാണാണ്ടാവുന്നു നമ്മള് റിസുവിനെ എവിടെ പോയിട്ട് കണ്ടുപിടിക്കുക പിടിച്ചേ ഒന്നുകൂടി ചൊല്ല ആബ്രാകഡാബ്ര ആബ്രാകഡാബ്ര റിസുവിനെ കാണട്ടെ എടാ റിസു എന്തിയേ നീ പാലിയളിയെ വിളിക്കുമ്പോ എന്താ പറയാ റിസുവിനെ കാണാനില്ലടാ എനിക്കറിയോ ഞാൻ നല്ലല്ല കാണാണ്ടാക്കി ഇപ്പൊ ഞാനാ കാണാണ്ടാക്കിയത് ഈ മന്ത്രം തെറ്റിച്ച കാരണമാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടായത് റിസു എവിടെ പോയി റിസു ഫോട്ടോ എടുത്ത് നോക്ക ചെലപ്പോ ഫോണിൽ കാണിച്ചാലോ ഞാൻ ഫോൺ എടുക്കട്ടെ കേട്ടാ ഈ റിസുവിന്റെ അടുത്ത് കസാരയുടെ അടുത്ത് നിക്ക് ഇപ്പുറത്തേക്ക് ഞാൻ ഫോട്ടോ എടുക്കാട്ടാ എന്നിട്ട് റിസുവിനെ കാണാണ്ടാവും നോക്കിട്ട് റിസുവിനെ കാണാൻ എടാ റിസുവിനെ കാണാല്ലേ നോക്ക് ഇത് നോക്ക് ഫോട്ടോ എടുത്തപ്പോഴും വന്നില്ലേ റിസുവിനെ കാണാല്ലേ കസാരയില് നമ്മളെന്താ ചെയ്യാ സൗണ്ട് ഒന്നും കേക്കാലോ റിസോർട്ട് ഉണ്ടെങ്കിൽ സൗണ്ട് കേക്കൂലേ റിസു എന്തേലും സംസാരിക്കേ റിസു ഈ കേക്കുണ്ടാ സംസാരിക്കല്ലെങ്കിൽ റിസു ഞങ്ങൾ വർത്താനം പറയണ്ട ഈ കേക്കുണ്ടാ റിസു റിസു എന്തേലും സംസാരിക്കേ ആ കുട്ടി വർത്താനം പറയണ്ടാവട്ടെ നമ്മള് കേക്കാഞ്ഞിട്ടായിരിക്കും റിസു ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല റിസു വിളിയേക്ക് മരത്തിന്റെ മുകളിൽ കയറിപ്പോണ്ടാവും ചെലപ്പോ തെങ്ങിന്റെ മുകളിൽ കയറിക്കണ്ടാവട്ടെ ബാക്കത്തെ തെങ്ങിന്റെ മുകളില് അതിന് റിസുവിന് തെങ്ങ് കയറാനൊന്നും അറിയില്ലല്ലോ റിസുവിന് തെങ്ങ് കയറാൻ അറിയില്ലടാ സിനിമ ഒന്നും കാളെ കാണാനില്ല നീ എന്താ ചെയ്യാ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിലും കാണാനില്ല നമ്മളെന്താ ചെയ്യാ കാണാലിയട്ടാ റിസു ഒന്ന് വിളിയേക്കടാ റിസു നന്നായി ഞാൻ കുട്ടീനെ മറന്നോ അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്താ ചെയ്യാ റിസു കുട്ടിയുടെ സൗണ്ട് ഒന്നും കേക്കാല്ല ഈ എന്താ ചിരിക്കണ കുട്ടീനെ എന്റെ അനിയനെയാണ് കാണാനില്ല തിന്നിട്ട് എനിക്കൊരു പേടിയില്ല റിസു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാക്കിയാ കാണാണ്ടാ നോക്കട്ടെ ഇപ്പൊ എന്താ ചെയ്യാ ഒന്നും കൂടി തലയിൽ കൂടെ ഇട്ട് നോക്ക കുട്ടീനെ കാണാനില്ല തലയിൽ കൂടെ ഇട്ട് നോക്ക് റെഡി ഓൺ സ്റ്റാർട്ട് ആബ്രാകഡാബ്ര ആബ്രാകഡാബ്ര റിസുവിനെ കാണട്ടെ എടാ റിസുവിനെ കാണാനില്ലട്ടാ മന്ത്രം ചൊല്ലിട്ട് ഒന്നും റിസു വരുന്നില്ല പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല ആ കുട്ടി എവിടേലും പോയിണ്ടാവും അയ്യാക്ക് കുട്ടിനെടുത്തോന്നോട്ടാ അറിയില്ലട്ടാ ഞാൻ ഒന്നും അറിയില്ലേ കൂട്ടിനെടുത്താന്ന് പറയുന്ന സ്ഥലം വിട്ടാ മതി മാമി മോനും
കസാര എടുക്കണ്ടേ? അല്ലെങ്കിൽ വേണ്ട, കസാരകളെ കൂടെ നോട്ടെ. ഞാൻ റിസ് പെട്ടെന്ന് അങ്ങനെ വരികയാണെച്ചെങ്കിൽ കസാരലല്ലേ വരിക. കസാര ഉള്ളിക്കാ പോയത്. പേടിയില്ലല്ലോ. പ്രാങ്ക് ചീറ്റി പോയി എന്നാ തോന്നുന്നത്. വാ, നമുക്ക് ഒന്നും കൂടി തലയിൽ ഇട്ട് നോക്കട്ടാം. ഒന്നും കൂടി ചൊല്ലി നോക്കാം. ആബ്രാകഡാബ്ര ആബ്രാകഡാബ്ര. റിസുവിനെ കാണട്ടെ. അതാ റിസു. എടക്ക് എവിടെ ഇതിലുണ്ടായിരുന്നാ? ഞങ്ങൾ കണ്ടില്ലല്ലോ. റിസ് പൊത്തിന്റെ ഉള്ളിലിരുന്ന്. അപ്പൊ ഞങ്ങള് വിളിച്ച വിളിയേക്കണ്ടേ? ഞങ്ങള് റിസുവിനെ എത്ര തെരഞ്ഞെന്നറിയോ? ഈ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നാ? എന്റെ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നാ? ഞാൻ റിസുമ്മ അമ്മാന്ന് വിളിക്കണ പോലത്തെ ഒരു സൗണ്ട് കേട്ടൂലോ. ഈ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനെ? പിന്നെ അത് ആരുടെ സൗണ്ട് ആയിരുന്നു? ഈ സത്യത്തിൽ എവിടെ ഇരുന്ന്? ഇതിലുണ്ടായിരുന്നില്ല. ഞങ്ങള് നോക്കിയതാണ്, എന്നെ കണ്ടില്ല. ഈ ഉണ്ടായിരുന്നില്ല. കണ്ണിന്റെ കാഴ്ച. ശരി, ഇതിപ്പോ നമ്മളാണോ പ്രാങ്കായത്, അവനാണോ പ്രാങ്കായത്? നല്ല ആളാണ് പ്രാങ്ക്. അപ്പൊ നമ്മള് ശരിക്കും ആളെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണ്. അപ്പം ശരിക്കും പ്ലിങ് ആയിപ്പോയത് നമ്മളാണ്. ആളത് ശരിക്കും മാജിക് ആണെന്ന് വിശ്വസിച്ചിട്ടിരിക്കുകയാണ്. കാണാണ്ടായതൊന്നും മൂപ്പർക്ക് ഒരു പ്രശ്നേ ഉണ്ടായിരുന്നില്ല. മൂപ്പര് അതില് എൻജോയ് ചെയ്ത് നമ്മള് കാണാണ്ടായല്ലോ. അപ്പൊ നമ്മള് എന്താ പറയാ, കാണാതെ നമ്മൾ ഇരിക്കുകയാണല്ലോ. ആ ഒരു ലെവലില് മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാണാതായിരുന്നു മൂപ്പർക്ക് ഒരു പ്രശ്നേ ഇല്ല. അങ്ങനെയായിരുന്നു ഇപ്പൊ അത് പോയത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഉറക്കെ പറ. മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ എന്ന് പറഞ്ഞേ. ബൈ.